പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയ ഞങ്ങളെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് ഞങ്ങളെ വ്യക്തിപരമായി അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 4 മുതലുള്ള തിരുവചനങ്ങൾ. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങളുയർത്തി വീശിക്കൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ഫലമായ സ്നേഹത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പൗലോസ്ലീഹായുടെ ലേഖനത്തിൽ നിന്ന് സ്നേഹം എന്താണെന്നും സ്നേഹം എന്തല്ല എന്നും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥമായ സ്നേഹത്തിൽ നമ്മൾ വളരുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ളവരെന്താണ് സ്നേഹമെന്ന് അറിയണം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന്. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു, അതിന്റെ സ്ഥായി ഭാവത്തെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരിക്കലും മാറ്റമില്ലാത്ത അവസ്ഥയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് മരണത്തിനോ രോഗത്തിനോ ദാരിദ്ര്യത്തിനോ നഗ്നതയ്ക്കോ ഈ ഭൂമിയിലുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ഒന്നിനും സ്നേഹത്തെ പരാജയപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല. അതുപോലെ സ്നേഹത്തിന് ഒരിക്കലും അവസാനമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവിക പുണ്യമായിട്ട് ചേർത്ത് വെച്ച് പറഞ്ഞതാണ്, വിശ്വാസത്തിന് അവസാനമുണ്ട്, അല്ലെ? പ്രത്യാശയ്ക്ക് അവസാനമുണ്ട്. നമ്മൾ പ്രത്യാശിച്ചത് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രത്യാശയുടെ ആവശ്യമില്ല, പൗലോസ് അപ്പോസ്തലൻ പറയുക. എന്നാൽ സ്നേഹം അങ്ങനെയല്ല. എത്ര കണ്ടാലും എത്ര കിട്ടിയാലും അതൊരിക്കലും അവസാനിക്കുകയില്ല. ഇതിങ്ങനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആംഗലേയ കവിയായ റോബർട്ട് ബ്രൗണിന്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. അദ്ദേഹം സ്നേഹിച്ചത് ഒരു തളർവാദ രോഗം പിടിപെട്ട ഒരു സ്ത്രീയെയാണ്, അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അപ്പോ നീ തളർവാദ രോഗിയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ രോഗമെന്ന് മരിച്ചാലും നീ സ്വർഗത്ത് പോയാലും ഈ ഭൂമിയിലിരുന്നു കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹത്തിന്റെ ഉദാഹരണമായിട്ട് നമ്മൾ ഈ റോബർട്ട് ബ്രൗണിനെ കുറിച്ച് കണ്ടതാണ്. അതുപോലെ പിന്നീട് നമ്മൾ മദർ തെരേസയെ കുറിച്ച് പറഞ്ഞു. നമുക്കെല്ലാവർക്കും ഒരായുധമുണ്ട്. മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന ആയുധമല്ല, മറ്റുള്ളവരെ അവരുടെ ആശ്വസിപ്പിക്കുന്ന, അവരുടെ മുറിവുണക്കുന്ന ആയുധമാണ്. ആ ആയുധം എന്ന് പറയുന്നത് സ്നേഹമാണ്. അത് കർമ്മനിരതമായ സ്നേഹമാണ്.
ഒരുവനിൽ ഉറങ്ങിക്കിടക്കുന്ന സ്നേഹമല്ല എന്ന് മദർ തെരേസ നമ്മെ ഓർമ്മിപ്പിച്ചു. പിന്നീട് നമ്മള് ആ സിഖ് തീവ്രവാദികള് തടഞ്ഞു നിർത്തി, ഒരു ബസ് തടഞ്ഞു നിർത്തി അതിലുള്ള എല്ലാ യാത്രക്കാരെയും കൊല്ലുമ്പോൾ അതിസാഹസികമായി തന്റെ ഭർത്താവിനെ രക്ഷിച്ച ഒരു ഭാര്യയുടെ ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹത്തെക്കുറിച്ച് നമ്മൾ കണ്ടു, നമ്മൾ സംസാരിച്ചു. ഇന്ന് നമ്മൾ സ്നേഹത്തെക്കുറിച്ചുള്ള ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നുള്ള ഭാഗം നമ്മൾ തുടരുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മള് വിവാഹ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഫോർമുല നമുക്കറിയാവുന്നതാണ് അല്ലേ? എന്താണ് പറയുന്നത്? സന്തോഷത്തിലും സന്താപത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും സ്നേഹിച്ചും ആദരിച്ചും ഒരുമിച്ച് ജീവിക്കാം, മരണം വരെ അല്ലെ ഒരുമിച്ച് ജീവിക്കാമെന്നുള്ള ഒരു വാഗ്ദാനമാണ്. അത് മരണം വരെ ജീവിക്കാമെന്നുള്ള ഒരു വാഗ്ദാനമാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ മരണം വരെ സ്നേഹിക്കുന്ന ചില വ്യക്തികളുണ്ട്. എന്നാൽ ചില സ്നേഹം മരണത്തോടെ അവസാനിപ്പിക്കുവാനായിട്ട് ചില വ്യക്തികളൊക്കെ ആഗ്രഹിക്കുകയില്ല. അവരത് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മരണത്തിന് ശേഷവും തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മളെക്കുറിച്ചല്ല, സ്നേഹമുള്ളവരെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എറണാകുളത്ത് കച്ചേരിപ്പടിയിൽ അവിടെ ഒരു ശിമിത്തേരി മുക്കുണ്ട്. ഒത്തിരിയേറെ പള്ളികളുടെ ശിമിത്തേരി എല്ലാം അവിടെ ഉള്ളത് കൊണ്ട് അത് ശിമിത്തേരി മുക്കെന്ന് അറിയപ്പെടുന്നു. അപ്പോൾ അവിടെ വരാപ്പുഴ അതിരൂപതയുടെ ഒരു ശിമിത്തേരിയുണ്ട്. അവിടെ ഒരു അമ്മയുടെ കുഴിമാടമുണ്ട്. ശ്രീമതി റോസക്കുട്ടി അലക്സാണ്ടർ, നെൽക്കുന്നശ്ശേരി, എറണാകുളം. ജനനം 19/3/1921. മരണം 28/12/1991. ഇവിടെ 70-ാമത്തെ വയസ്സിലാണ് ഈ അമ്മ മരിക്കുന്നത്. ഈ കുഴിമാടത്തിന്റെ മുകളിലായി ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഈ കുഴി അമ്മയ്ക്ക് വേണ്ടി മാത്രം. പ്രിയപ്പെട്ടവരെ, ആ കുഴിമാടത്തിൽ കഴിഞ്ഞ 33 വർഷമായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ രാവിലെയും വൈകുന്നേരങ്ങളിലും ആ അമ്മയുടെ ലെസ്ലി എന്നു പേരായ ഒരു മകനെത്തും. മരിച്ചിട്ട് 33 വർഷം കഴിഞ്ഞിട്ട് ആ മകൻ അവിടെ എത്തും. രാവിലെയും വൈകുന്നേരവും എത്തും. ആ കുഴിമാടം അത് വൃത്തിയാക്കും, അതിലൊരു തിരി തെളിക്കും, അല്പസമയം പ്രാർത്ഥിക്കും, എന്നിട്ട് സ്നേഹത്തോടെ മടങ്ങും. ഇന്ന് ഈ ലെസ്ലിക്ക് 80 വയസ്സിന് മേൽ പ്രായമുണ്ട്. ഈ അവസ്ഥയിലും നടക്കാൻ ഇത്തിരിയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞ 33 വർഷമായിട്ട് തുടർച്ചയായി കത്തിച്ച തിരികൾ ഒരു മെഴുകുമലയായി കുഴിമാടത്തിൽ രൂപപ്പെട്ടു നിൽക്കുന്നത് നമ്മെ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. മെഴുകുകൊണ്ട് രൂപപ്പെട്ട ഒരു സ്നേഹമല. അത് പത്രങ്ങളിൽ വന്നതാ, വാട്സപ്പിലൊക്കെ പ്രചരിച്ച കഴിഞ്ഞ വർഷം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മരണത്തോടൊപ്പം അവസാനിക്കുന്നതായിരുന്നില്ല ഈ അമ്മയും മകനും തമ്മിലുള്ള സ്നേഹമെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അവരുടെ സ്നേഹം ഒരിക്കലും മരണത്തോടെ അവസാനിക്കുന്നില്ല. ലെസ്ലിക്ക് അമ്മയോടുള്ള സ്നേഹം ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹമുണ്ട്. നമുക്കുണ്ടല്ലോ പ്രിയപ്പെട്ടവരൊക്കെ അല്ലെ, വേണ്ടപ്പെട്ടവരെ സ്നേഹിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ ഇതുപോലെയുള്ള ഒരു അവസാനിക്കാത്ത സ്നേഹം നമുക്കുണ്ടോ? ജീവിച്ചിരിക്കുമ്പോ സ്നേഹമല്ല, പിന്നെയാണ് മരിച്ചു കഴിഞ്ഞിട്ടുള്ള സ്നേഹം. തന്റെ മരിച്ചുപോയ പ്രിയതമയുടെ ഓർമ്മകൾ ഒരിക്കലും മരിക്കാതിരിക്കാനല്ലേ യമുനാ നദിയുടെ തീരത്ത് ഷാജഹാൻ ചക്രവർത്തി വെണ്ണക്കല്ലിൽ തീർത്ത ഒരു പ്രണയകാവ്യം പോലെ താജ്മഹൽ എന്ന ശവകുടീരം ഒരുക്കിയത്. മരിച്ചിട്ടും മായാത്ത ആ സ്നേഹകുടീരം ലോകാത്ഭുതങ്ങളുടെ പദവി അലങ്കരിച്ചുകൊണ്ട് ഇന്നും ലോകത്തിന്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുകയാണ്. ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹം.
ഒരിക്കലും പരാജയപ്പെടാത്ത സ്നേഹമാണ്. 7 അത്ഭുതങ്ങൾ, മഹാത്ഭുതങ്ങളിൽ ഒന്നായിട്ട് ഈ താജ്മഹൽ ഇന്നും അവിടെ തല ഉയർത്തി നിൽക്കുന്നത്. നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ? ഉണ്ടോ? അവസാനിക്കാത്ത സ്നേഹമുണ്ടോ? ഉണ്ട്. ഒരു താജ്മഹൽ പണിതു തരാൻ പറഞ്ഞാൽ ചെയ്തു തരുമോ? അവര് ചെയ്തു തരുമോ? ഇല്ല. ഒരു അടുക്കള കെട്ടിത്തരാൻ പറഞ്ഞിട്ട് കെട്ടിത്തരാത്ത ആളാണ് പിന്നെ താജ്മഹൽ കെട്ടിത്തരാൻ പോകുന്നത്. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട അപ്പച്ചന്മാർക്ക്, ചേട്ടന്മാർക്കൊക്കെ ഭാര്യമാരോടുള്ള സ്നേഹത്തിന് കുറഞ്ഞു നിൽക്കുന്നത് നല്ലതാ. അല്ലെങ്കിൽ നമ്മുടെ ഇരിട്ടിപ്പുഴയുടെ ആറളമ്പുഴയൊക്കെ കിനാരെ അതിന്റെയൊക്കെ സമീപത്ത് എത്ര താജ്മഹലൊക്കെ ഉയരേണ്ടി വരുമായിരുന്നു, ഇല്ലേ? അതുകൊണ്ട് നല്ലതാ. കുറച്ച് സ്നേഹം ഇങ്ങനെ കുറഞ്ഞു നിൽക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ വഴി നടക്കാൻ സ്ഥലമുണ്ടാകില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഉറക്കെ വിളിക്കാം, ഈശോയേ. വിശ്വാസത്തോടെ വിളിക്കട്ടെ. ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹത്തോടെ വിളിക്കട്ടെ. തളരാത്ത സ്നേഹത്തോടെ വിളിക്കട്ടെ. ഒന്നിനും വേർപെടുത്താനാകാത്ത സ്നേഹത്തോടെ വിളിക്കട്ടെ. എല്ലാത്തിനെയും അതിജീവിക്കുന്ന സ്നേഹത്തോടെ വിളിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്നിനും അതിനെ നശിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നും അർത്ഥമുണ്ട്. ഒരു പ്രതിസന്ധിക്കും സ്നേഹത്തിന് തടയിടുവാനായിട്ട് സാധിക്കുകയില്ല. ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഇട്ടെറിഞ്ഞു പോകുന്നതല്ല യഥാർത്ഥ സ്നേഹം. എല്ലാ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നേറുന്നതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം. അതുകൊണ്ട് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നു, ക്ലേശങ്ങൾക്കും ദുരിതങ്ങൾക്കും പീഡനങ്ങൾക്കും പട്ടിണികൾക്കും യഥാർത്ഥ സ്നേഹത്തെ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുകയില്ല. പുറമേ നിന്നുള്ള ഒന്നിനും ഉള്ളിലുള്ള സ്നേഹത്തെ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള ചില മനോഭാവങ്ങൾക്ക് പരസ്പരമുള്ള സ്നേഹത്തിന് അന്ത്യം കുറിക്കുവാനായിട്ട് സാധിക്കും. പുറമേയുള്ളതല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ ഈ സ്നേഹത്തിന് അറുതി വരുത്തുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, 8 വർഷം അങ്ങനെ പ്രേമിച്ചിട്ടാണ് ഒരാൾ ഒരുത്തിയെ വിവാഹം കഴിച്ചത്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. ഒരു ദിവസം എന്തോ കാര്യത്തിന് വേണ്ടി അവൾ അയാളുടെ മൊബൈൽ ഫോൺ ഒന്ന് തുറന്നപ്പോൾ അയാൾക്കിപ്പോൾ വിവാഹിതയായ മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധം ഉണ്ടെന്നതിന്റെ വ്യക്തമായ തെളിവുകൾ ലഭിച്ചു. അവൾക്കത് വലിയ ഷോക്കായിപ്പോയി. കാരണം അവൾ അയാളിൽ നിന്ന് അതൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഈ സംഭവം അവളുടെ മാനസിക അസ്വസ്ഥതയ്ക്ക് കാരണമായി തീർന്നു. അവൾ ഇന്നും, പ്രിയപ്പെട്ടവരെ, മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ്. ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തന്നോടുള്ള ഭർത്താവിന്റെ സ്നേഹം അവസാനിച്ചു പോയിരിക്കുന്നു എന്ന തിരിച്ചറിവ് അവളുടെ മനോനില തെറ്റിച്ചു. അതിന്റെ താളം തെറ്റി അതവളെ ഒരു രോഗിയാക്കി മാറ്റി. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, നിന്റെ ജീവിത പങ്കാളിയോടുള്ള നിന്റെ സ്നേഹം അവസാനിച്ചാൽ, നിന്റെ ദാമ്പത്യ ജീവിതത്തോട് അവിശ്വസ്തത കാണിച്ചാൽ, അത് നിന്റെ കുടുംബത്തെ തകർക്കുമെന്നതിന്റെ ഉദാഹരണമാണിത്. സ്നേഹം അവസാനിച്ച കുടുംബം എന്തായി മാറി? അതൊരു ഭ്രാന്താലയമായി മാറി. അതൊരു ഭ്രാന്താലയമായി മാറി. സ്നേഹം അവസാനിച്ചാൽ കുടുംബങ്ങൾ കുതിരവട്ടമാകും. സ്നേഹം അവസാനിച്ചു പോകുന്ന കുടുംബങ്ങൾ ഊളംപാറയാകും. സ്നേഹം അവസാനിച്ച കുടുംബം ഒന്നുമില്ലെങ്കിൽ അതൊരു തൊക്കിലങ്ങാടിയെങ്കിലുമായി മാറും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ 3 കൂട്ടത്തിൽ ഏതാണ് നിങ്ങളുടെ കുടുംബം? അടുത്തുള്ള തൊക്കിലങ്ങാടിയാണ്.
മധുവിധു തീരും മുമ്പ് അപകടത്തിൽ ശയ്യാവലംബിയായ ഭർത്താവിനെ ഭാര്യ പരിചരിച്ചത് 25 വർഷം എന്ന അടിക്കുറിപ്പോടുകൂടി പത്രത്തിൽ വന്ന ഒരു വാർത്തയുണ്ടായിരുന്നു 2023. വരാപ്പുഴയിൽ താലി ചാർത്തി മധുവിധു നാളുകൾ കഴിയുന്നതിന് മുമ്പേ അപകടത്തിൽ കഴുത്തിന്റെ ഞരമ്പുകൾക്ക് ക്ഷതമേറ്റ് ശയ്യാവലംബിയായ ഭർത്താവിന് ഒരു ദിനം പോലും അടുത്തുനിന്ന് മാറാതെ ഭാര്യ പരിചരിച്ചത് നീണ്ട 25 വർഷങ്ങളാണ്. കൂനമ്മാവ് ചുള്ളിക്കാട്ട് പത്രോസിന്റെ മകൻ ഷാജുവിനാണ് ഈ നല്ല പത്നി തുണയായി നിന്നത്. 1998 ഓഗസ്റ്റ് 24 ഈ ഷാജുവിന്റെ വിവാഹം നടന്നു. അങ്കമാലി ചമ്പന്നൂർ സ്വദേശിനിയായ കാച്ചപ്പള്ളി കുടുംബാംഗമായ കുഞ്ഞുമോളായിരുന്നു വധു. അതേ വർഷം 1998 നവംബർ 12 കൂനമ്മാവിൽ സ്കൂൾ കെട്ടിട നിർമ്മാണത്തിനിടെ നിലയിൽ നിന്നും തെന്നി ഷാജു എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ നിലത്തു വീണത്. ആ വീഴ്ചയിൽ ഞരമ്പുകൾക്ക് ക്ഷതം സംഭവിച്ചു. പല ചികിത്സകൾ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. അങ്ങനെ നീണ്ട 25 വർഷങ്ങൾ ഇന്നലെ പോലെ കടന്നുപോയി. ഒടുവിൽ വിവാഹത്തിന്റെ ജൂബിലി അടുത്തെത്തിയ ദിനത്തിൽ ദുരിത ജീവിതത്തോട് വിട പറഞ്ഞുകൊണ്ട് ഷാജു അന്തരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ജീവിത കഥയാണ്, ദുരന്ത കഥയാണ് ഈ ദമ്പതികളുടേത്. അപകടഘട്ടം തരണം ചെയ്ത് പഴയ ജീവിതത്തിലേക്ക് ഷാജുവിന് മടങ്ങി വരുവാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയതോടെ കുഞ്ഞുമോളുടെ വീട്ടുകാർ മറ്റൊരു വിവാഹത്തിനായി മുന്നോട്ട് വന്നുവെങ്കിലും ഷാജുവില്ലാതെ എനിക്കിനി ഒരു ജീവിതം വേണ്ട എന്ന് കുഞ്ഞുമോളൊരു ഉറച്ച തീരുമാനമെടുത്തു. ഭർത്താവിന്റെ പരിചരണം ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് ഏറ്റെടുക്കുകയായിരുന്നു. ഇതിനിടയിൽ ഉപജീവന മാർഗത്തിന് തടസ്സമുണ്ടാകാതിരിക്കാൻ അന്നത്തെ കൂനമ്മാവ് സെന്റ് ഫിലോമിനാസ് പള്ളി വികാരിയായിരുന്ന ഫാദർ തോമസ് ചിങ്ങന്തറയുടെ അപേക്ഷ പരിഗണിച്ച് വരാപ്പുഴ അതിരൂപതയുടെ കീഴിലുള്ള കൂനമ്മാവ് സെന്റ് ഫിലോമിനാസ് സ്കൂളിൽ ലാബ് അസിസ്റ്റന്റായി കുഞ്ഞുമോൾക്ക് ജോലി ലഭിക്കുകയാണ്. വീടിന്റെ 500 മീറ്റർ അകലെയാണ് ഈ സ്കൂൾ. ഇടയ്ക്ക് പോയി അന്വേഷിക്കാനും സ്കൂൾ അധികാരികൾ അനുമതി നൽകിയിരുന്നു. ഒടുവിൽ പ്രിയപ്പെട്ടവരെ, വിവാഹത്തിന്റെ 25ാം വാർഷികം, അതായത് ഓഗസ്റ്റ് 24, 2023 ആഘോഷിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോഴാണ് ഷാജു ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് പത്രത്തിൽ വന്ന വാർത്തയാണ് ഞാൻ ഈ വായിച്ചത്. ഷാജുവില്ലാതെ എനിക്കിനി ഒരു ജീവിതം വേണ്ട എന്ന് കുഞ്ഞുമോൾ ഉറച്ച തീരുമാനമെടുക്കുവാനായിട്ടുള്ള കാരണം അവൾക്ക് ആ ഷാജുവിനോടുണ്ടായിരുന്ന ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹമായിരുന്നു. തന്റെ ഭർത്താവിന്റെ നിസ്സഹായാവസ്ഥയിൽ അയാളെ ഉപേക്ഷിച്ചു പോകുന്നതായിരുന്നില്ല അവളുടെ സ്നേഹം. തന്റെ ഭർത്താവിന്റെ ഈ നിസ്സഹായാവസ്ഥ മുതലെടുത്ത് അതിന്റെ പേരിൽ സഹായാഭ്യർത്ഥന നടത്തുകയോ ആരുടെയും മുന്നിൽ കൈനീട്ടുകയോ ചെയ്യാതെ ഉപജീവന മാർഗം കണ്ടെത്തുകയും ഭർത്താവിന്റെ പരിചരണം മറ്റൊരാൾക്കും വിട്ടുകൊടുക്കാതെ മറ്റാരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് ഏറ്റെടുക്കുകയും ചെയ്തതിന്റെ കാരണം അവൾക്ക് തന്റെ ഭർത്താവിനോടുള്ള കലർപ്പില്ലാത്ത സ്നേഹമായിരുന്നു. 1-2 വർഷമല്ല, നീണ്ട 25 വർഷങ്ങൾ, മരണം വേർപെടുത്തുന്നതുവരെയുള്ള ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹം. അപകടത്തിലും അനർത്ഥങ്ങൾക്കും നിസ്സഹായാവസ്ഥയ്ക്ക് മുമ്പിൽ പരാജയപ്പെടുന്നതായിരുന്നില്ല, വേർപെട്ടു പോകുന്നതായിരുന്നില്ല അവളുടെ സ്നേഹം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുമൊക്കെ സ്നേഹിക്കാൻ കഴിയുമെന്ന് നമ്മെ പഠിപ്പിച്ചു തരുന്ന ചില ജീവിതങ്ങളൊക്കെ ഉണ്ട്, ജീവപാഠങ്ങളൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. ഒരുമിച്ച് വിളിക്കാം, ഈശോയേ
ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹം നിറഞ്ഞുകൊണ്ട് വിളിക്കട്ടെ. തളരാത്ത സ്നേഹത്തോടെ വിളിക്കട്ടെ. ക്ലേശങ്ങൾക്കും ദുരിതങ്ങൾക്കും വേർപെടുത്താനാവാത്ത സ്നേഹത്തോടെ വിളിക്കട്ടെ. രോഗങ്ങൾക്കും അത്യാപത്തിനും വേർപെടുത്താൻ പറ്റാത്ത സ്നേഹത്തോടെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവർ, സത്യസന്ധമായ സ്നേഹമുള്ളവർ പ്രതിസന്ധികളെ ഭയപ്പെടുന്നവരല്ല. ഏത് സാഹസത്തിനും തയ്യാറാകുന്നവരാണ്. പ്രതിസന്ധികളെ കണ്ട് ഭയപ്പെട്ട് പിന്മാറുന്നവരല്ല. തന്റെ പ്രേമഭാജനത്തെ അന്വേഷിച്ച് യാത്ര ചെയ്യുന്ന കാമുകന്റെ വഴിമുടക്കി നിൽക്കുന്നത് ഒരു മലയാണെങ്കിൽ പോലും അവനത് കയറിയിറങ്ങും, ഇല്ലേ? ഈ ഉദ്യമത്തിന് മുമ്പിൽ ഒരു ഹിമാലയം പോലും അയാൾക്ക് തടസ്സമായി ഉണ്ടാകുകയില്ല. അതൊരു കടലാണെങ്കിലും അവനത് നീന്തിക്കയറും. അതൊരു മഞ്ഞുകട്ടയാൽ തണുത്തുറഞ്ഞു കിടക്കുന്ന അറ്റ്ലാന്റിക് സമുദ്രമാണെങ്കിലും അവനത് തടസ്സമായി കാണുകയില്ല. അവന്റെ മുമ്പിൽ വട്ടം നിൽക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഇരട്ടി വലിപ്പമുള്ള ആമസോൺ കാടാണെങ്കിലും അവനത് അതിജീവിച്ച് തന്റെ പ്രിയപ്പെട്ടവന്റെ അടുത്തെത്തിയിരിക്കും, ഇല്ലേ? ഉണ്ട്. ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹത്തിന് ഒരിക്കലും അവസാനിക്കാത്ത ഒരു അന്വേഷണവും ഉണ്ടാകും. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹത്തിന്റെ കഥയാണ്, സ്നേഹ അന്വേഷണത്തിന്റെ കഥയാണ് കഴിഞ്ഞ കൊല്ലം നമ്മൾ ആമസോൺ കാടുകളിൽ നിന്ന് കേട്ടത്. തന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് 4 മക്കളെയും കൂട്ടി യാത്ര ചെയ്ത ഒരമ്മയും 4 മക്കളും വിമാനം തകർന്ന് ആമസോൺ കാട്ടിൽ അകപ്പെട്ടു പോയ സംഭവം നമ്മൾ വായിച്ചതാണ്. എത്ര ദിവസം വായിച്ചു? പുലിയും പാമ്പും മറ്റു വന്യജീവികളും മാത്രമല്ല, മയക്കുമരുന്ന് കടത്തുന്ന ക്രിമിനൽ സംഘങ്ങളും മറ്റും സജീവമായിട്ടുള്ള ഏതാണ്ട് 9 രാജ്യങ്ങൾ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിലേക്ക് 9 രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന ആമസോൺ കൊടുമ്പനത്തിൽ ഈ വിമാനം തകർന്ന് അമ്മ മരിക്കുകയും കാണാതായ 13, 9, 4, 11 മാസം പ്രായവുമുള്ള 4 കുട്ടികൾ ദിവസവും 14 മണിക്കൂർ മഴ പെയ്യുന്ന കാഴ്ച പരിമിതമായ കൊടുങ്കാട്ടിൽ ആവശ്യത്തിന് ഭക്ഷണവും ശുദ്ധജലവുമില്ലാതെ അലഞ്ഞത് 40 ദിനരാത്രങ്ങളായിരുന്നു. ഈ കുട്ടികളെയെല്ലാം കണ്ടെത്താനാകുമോ എന്നും അഥവാ കണ്ടെത്തിയാൽ എല്ലാവരെയും ജീവനോടെ കണ്ടെത്തുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ലായിരുന്നു. യാതൊരു പ്രതീക്ഷയുമില്ലായിരുന്നു. രക്ഷപ്പെടലെന്നൊരു സാധ്യതയെക്കുറിച്ച് ചിന്തിക്കുക തന്നെ അസാധ്യമായിരുന്നു. എങ്കിലും ആരും നഷ്ടപ്പെടരുതെന്നും ജീവനോടെ അവരെ കണ്ടുപിടിക്കണമെന്നും അതിന് ഏതറ്റം വരെയും പ്രതീക്ഷയോടെ അന്വേഷിക്കുവാൻ തയ്യാറുള്ള നിശ്ചയദാർഢ്യമുള്ള ഒരു ദൗത്യ സംഘമായിരുന്നു അതിനായിട്ട് രൂപീകരിക്കപ്പെട്ടത്. സർവസജ്ജരായ 160 സൈനികർ, കാടറിയുന്ന 200-ലേറെ ഗോത്രവർഗക്കാർ, ഡോഗ് സ്ക്വാഡ്, അവർക്കൊപ്പം ഭാര്യ നഷ്ടപ്പെട്ട വേദന ഉള്ളിലൊതുക്കിക്കൊണ്ട് കാണാമറയത്തായിരിക്കുന്ന 4 മക്കളെ കണ്ടുകിട്ടുവാൻ കൈവെടിയാത്ത പ്രതീക്ഷയോടെ, ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹത്തോടെ, അതിനുവേണ്ടി എന്തും ചെയ്യാൻ, വേണ്ടി വന്നാൽ ആമസോൺ മുഴുവൻ അരിച്ചുപെറുക്കുവാൻ തയ്യാറുള്ള ചങ്കുറപ്പോടെ മുന്നിട്ടിറങ്ങുന്ന കുട്ടികളുടെ പിതാവ് മാനുവൽ. ഏതൊരു മനുഷ്യനും പകച്ചുപോകുന്ന ഒരു സാഹചര്യത്തിൽ തളരാത്ത മനസ്സുള്ള ആ പിതാവിന്റെ നിശ്ചയദാർഢ്യവും ദൗത്യ സംഘത്തിലെ അദ്ദേഹത്തിന്റെ സാന്നിധ്യവും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്.
പ്രിയപ്പെട്ടവരെ, അത് തന്റെ സ്നേഹമുള്ള പ്രിയപ്പെട്ട മക്കളോടുള്ള സ്നേഹത്തിന്റെ വലിപ്പമാണ് എടുത്തു കാണിക്കുന്നത്. പ്രതീക്ഷകൾക്ക് സാധ്യതയില്ലായിരുന്നിട്ടും സഹജീവികളുടെ ജീവന്റെ മൂല്യം അറിഞ്ഞുകൊണ്ട് അവരെ രക്ഷിക്കാൻ കാണിച്ച ത്യാഗാധ്വാനത്തിന്, ആ രക്ഷാദൗത്യത്തിന് ആദരവോടെ നൽകിയ പേരാണ് ഓപ്പറേഷൻ ഹോപ്പ്. ഒടുവിൽ ആ ഓപ്പറേഷൻ ഹോപ്പ് ഫലം കണ്ടു. മെയ് 1 രാവിലെ 7:35 റഡാറിന് അപ്രത്യക്ഷമായ വിമാനം അന്വേഷിച്ച് മെയ് 3 തിരച്ചിൽ ആരംഭിക്കുകയാണ്. ഒടുവിൽ 38 ദിവസത്തിന് ശേഷം ജൂൺ 9 4 കുട്ടികളെയും ജീവനോടെ കണ്ടെത്തുകയാണ്. പ്രപഞ്ചത്തിന്റെ ശ്വാസകോശമെന്ന് വിശേഷിപ്പിക്കുന്ന ആമസോൺ കാടുകൾ പോലും ശ്വാസമടക്കി പിടിച്ചു ഇരുന്ന 38 ദിനരാത്രങ്ങൾ. ഒടുവിൽ അവരെ കണ്ടെത്തുമ്പോൾ മനുഷ്യ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഒരു രക്ഷാപ്രവർത്തന ചരിത്രമായി അത് മാറി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ലല്ലോ. 5, 10, 15 ദിവസങ്ങൾ കഴിയുമ്പോൾ അവർക്ക് ആ ദൗത്യം അവസാനിപ്പിക്കാമായിരുന്നു. പല കാരണങ്ങൾ പറഞ്ഞ് അവർക്ക് ആ ദൗത്യത്തിൽ നിന്ന് പിന്മാറാമായിരുന്നു, അല്ലെ? അതിന് ക്ഷാമമൊന്നുമില്ലല്ലോ പിന്മാറുന്നതിന് വേണ്ടിയിട്ട്. ഏത് കാരണം പറഞ്ഞ് പിന്മാറാം? അവരുടെ തീരുമാനം അങ്ങനെയായിരുന്നില്ല. കണ്ടുകിട്ടുവോളം ഞങ്ങൾ ഈ ദൗത്യത്തിൽ നിന്ന് പിന്മാറുകയില്ല എന്നതായിരുന്നു. നട്ടുച്ചയ്ക്ക് പോലും ഇരുട്ടുകുത്തി കിടക്കുന്ന ആ മഴക്കാടുകളിലൂടെ അവർ ആ കുഞ്ഞുങ്ങളെ അന്വേഷിച്ചു നടന്നു. അവരുടെ കാലുകൾ തളരാതിരുന്നത്, അവരുടെ കരങ്ങൾ കുഴഞ്ഞു പോകാതിരുന്നത്, അവരുടെ മനസ്സൊരിക്കലും ഇടിഞ്ഞു പോകാതിരുന്നത്, ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹത്തിന്റെ ഊർജം അവരുടെ ഉള്ളിലുണ്ടായിരുന്നത് കൊണ്ടാണ്. സ്വർഗവും ഭൂമിയും ഒരുമിച്ച് കൈകോർത്തപ്പോൾ ആ മഹാ അത്ഭുതം അവിടെ സംഭവിച്ചു. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത, ഒരിക്കലും പറഞ്ഞറിവില്ലാത്ത, സമാനതകളില്ലാത്ത ഒരത്ഭുതം ലോക ചരിത്രത്തിന്റെ താളുകളിൽ, സ്വർണലിപികളിൽ അഭിമാനത്തോടെ രേഖപ്പെടുത്തുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, രക്ഷാപ്രവർത്തകർ കുട്ടികളെ ജീവനോടെ കണ്ടെത്തിയ വാർത്ത സൈനിക കേന്ദ്രത്തിലേക്ക് അയച്ചത് അത്ഭുതമെന്ന് 4 തവണ ആവർത്തിച്ചുകൊണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നത് കാട്ടുമൃഗങ്ങളും ഇഴജന്തുക്കളും മറ്റു പ്രാണികൾ പോലും അവരെ ഉപദ്രവിച്ചില്ല എന്നുള്ളതാണ്. ആമസോൺ കാടാണെന്ന് കൂടി ഓർക്കണം. 1ഉം 2ഉമല്ല, 40 ദിവസത്തെ അലച്ചിൽ, 11 മാസം പ്രായമുള്ള കൈക്കുഞ്ഞും കൂടെ ഉണ്ടെന്ന് ഓർക്കണം. അതിനെയാണ് സ്വർഗത്തിന്റെ കരുതലെന്ന് പറയുന്നത്. അതിനെയാണ് സ്വർഗത്തിന്റെ സംരക്ഷണമെന്ന് പറയുന്നത്. അതിനെയാണ് ദൈവത്തിന്റെ പരിപാലനം, ദൈവത്തിന്റെ സ്നേഹമെന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കാടായതുകൊണ്ടാണ് ഈ കുട്ടികളെ യാതൊരുവിധ പോറിനുമേൽക്കാതെ തിരിച്ചു കിട്ടിയത്, സുരക്ഷിതമായിട്ട് തിരിച്ചു കിട്ടിയത്. നാടായിരുന്നെങ്കിലോ കിട്ടുമായിരുന്നു. നാട്ടിൽ ഓരോ ദിവസവും കാണാതെ പോകുന്ന, തട്ടിക്കൊണ്ടുപോകുന്ന, ആരുമറിയാതെ കുഴിച്ചുമൂടുന്നവരുടെ എണ്ണം കേട്ടാൽ നമ്മളൊക്കെ ഞെട്ടിവിറയ്ക്കും. അതിന്റെ കണക്ക് പുറത്തു വിടുന്നുണ്ട്. സഹോദരന്റെ കാവൽക്കാരാകേണ്ടവരുടെ ഇടയിലാണ്, മക്കളുടെ സംരക്ഷകരാകേണ്ടവരുടെ ഇടയിലാണ്, കുടുംബാംഗങ്ങളെ സ്നേഹിക്കേണ്ടവരുടെ ഇടയിലാണ്, പ്രായമായവരെ കരുതേണ്ടവരുടെ ഇടയിലാണ്, അവരുടെ കുടുംബങ്ങളിലാണ് പരസ്പര ആക്രമണങ്ങളും തല്ലും കൊല്ലും കൊലപാതകവുമൊക്കെ അരങ്ങേറുന്നത്. അതുകൊണ്ട് നാടും വീടുമൊക്കെ സുരക്ഷിതമില്ലാത്തൊരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ്. സ്നേഹമില്ലാത്തവരായി വീട്ടുകാരും നാട്ടുകാരും മാറുമ്പോൾ
പ്രസവിച്ചു വീഴുന്ന കുഞ്ഞിനെ പോലും വലിച്ചെറിയുന്നവരായി ജന്മം നൽകുന്ന സ്ത്രീകൾ മാറുമ്പോൾ, വെറും 11 മാസം പ്രായമായ കൈക്കുഞ്ഞിന് പോലും യാതൊരുവിധ ഓറലുമേൽക്കാത്ത രീതിയിൽ ആമസോണിലെ വന്യജീവികളും ഇഴജന്തുക്കളും ദൂരെ മാറി നിന്ന് കരുതലോടെ 40 ദിവസത്തെ സുരക്ഷയൊരുക്കിയത് ഒരു മഹാ അത്ഭുതം മാത്രമല്ല, ബുദ്ധിജീവി എന്ന് വിശേഷിപ്പിക്കുന്ന മനുഷ്യർക്ക്, സംരക്ഷണ ചുമതലയുള്ള കുടുംബാംഗങ്ങൾക്ക് ഈ സംഭവം പ്രചോദനാത്മകമായ ഒരു വിശുദ്ധ പാഠം തന്നെയാണ്. അതിലൂടെ കാടാണ് നാടിനേക്കാൾ സുരക്ഷിതമെന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ വീടിന്റെ ഉള്ളിൽ, വീടിന്റെ 4 ഭിത്തിക്കുള്ളിൽ നഷ്ടപ്പെട്ടു പോയവരുണ്ട്, കുടുങ്ങിപ്പോയവരുണ്ട്. അവരുടെ എണ്ണം നിനക്കറിയാമോ? ആമസോൺ കാടുകളിലേക്കാൾ വലിയതാണ് നമ്മുടെ വീട്, അല്ലെ? അതിനേക്കാൾ വലിപ്പം. നഷ്ടപ്പെട്ടു പോകുന്നവർ നിരവധിയാണ്. ഇവരൊക്കെ നഷ്ടപ്പെട്ടിട്ടും വർഷങ്ങളായിട്ട്, മാസങ്ങളായിട്ട്, ആഴ്ചകളായിട്ട് അന്വേഷിക്കപ്പെടാത്തവരുണ്ട്. അതിന്റെ കഥ നിനക്കറിയാം. സ്നേഹം കിട്ടാതെ ഉപേക്ഷിക്കപ്പെട്ടവർ, നഷ്ടപ്പെട്ടു പോയവർ, കരുതൽ ലഭിക്കാതെ, പരിഗണന ലഭിക്കാതെ നഷ്ടപ്പെട്ടു പോയവരുണ്ട്. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയവരുണ്ട്. അവരെയൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്നും തിരിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നും നിനക്ക് ആഗ്രഹമില്ലേ? നഷ്ടപ്പെട്ടു പോയവരും കുടുങ്ങിപ്പോയവരുമൊക്കെ നിന്റെ വരവും പ്രതീക്ഷിച്ച് വീടിന്റെ ഉള്ളിൽ, മുറിക്കുള്ളിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. ചില പ്രശ്നങ്ങളിൽ പെട്ട് പുറത്തു കടക്കാൻ പറ്റാത്ത വിധത്തിൽ കുടുങ്ങിപ്പോയവരുണ്ട്. ചില പ്രതിസന്ധികളിൽ നിന്ന് ഊരിപ്പോരാൻ പറ്റാത്തവരുണ്ട്. കടബാധ്യത മൂലം പുറത്തിറങ്ങാൻ പറ്റാത്തവരുണ്ട്. മാനസിക പിരിമുറുക്കങ്ങൾ മൂലം സന്തോഷം നഷ്ടപ്പെട്ടവരുണ്ട്. ഇനി എനിക്ക് ജീവിതമില്ല, എല്ലാം നഷ്ടപ്പെട്ടു, ഇനിയൊരു തിരിച്ചുവരവില്ല, എല്ലാ വഴിയും അടഞ്ഞുവെന്ന് പറയുന്നവരെ, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു കൊണ്ടുവരണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ദാനമായ, സ്വർഗത്തിന്റെ ഊർജമായ, ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹം ആരിലുണ്ടായിരിക്കണം? നമ്മളിലുണ്ടായിരിക്കണം. പഞ്ചായത്തിലുണ്ടായിട്ട് കാര്യമില്ല. സ്നേഹം നഷ്ടപ്പെട്ടവരെ തിരികെ പിടിക്കുവാനായിട്ട് നിന്റെ ജീവിതത്തിൽ എന്താണ് ഒരു ഓപ്പറേഷൻ ഹോപ്പിന് നീ തയ്യാറാകുന്നത്? പ്രിയപ്പെട്ടവരെ, ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹത്തിന്റെ, ഒരിക്കലും അവസാനിക്കാത്ത കരുതലിന്റെ സാഹസിക കഥയാണ് ആമസോണിൽ നമ്മൾ കാണുന്നത്. അതൊരിക്കലും അവസാനിക്കാത്ത പരസ്നേഹത്തിന്റെ പ്രവൃത്തിയാണ്. തങ്ങളുടെ വേണ്ടപ്പെട്ടവർ എത്ര പ്രധാനപ്പെട്ടവരാണെന്നതാണ് ഈ അന്വേഷണ പ്രവൃത്തി നമ്മെ കാണിച്ചു തരുന്നത്. പ്രിയപ്പെട്ടവരെ, ഓപ്പറേഷൻ ഹോപ്പ് എന്ന രക്ഷാദൗത്യം ശുഭകരമായ ഒരു വാർത്തയോടെ അതിന്റെ പരിസമാപ്തിയിലെത്തുവാനായിട്ട് 40 ദിനരാത്രങ്ങൾ എടുത്തുവെങ്കിൽ, അതിന്റെ വിജയത്തെ അത്ഭുതമെന്ന് വിശേഷിപ്പിച്ചെങ്കിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ വീടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ, നഷ്ടപ്പെട്ടു പോയവരെ രക്ഷിച്ച് സുരക്ഷിതമായി പുറത്തു കൊണ്ടുവരുവാനായിട്ട് നീ പദ്ധതിയൊരുക്കുന്ന ഓപ്പറേഷൻ ഹോപ്പിന് എത്ര ദിവസമെടുക്കും? എത്ര നാളുകളെടുക്കും? എത്ര നാൾ നിനക്ക് അതിനു വേണ്ടിയിട്ട് അധ്വാനിക്കേണ്ടി വരും? ഈ ഒരു അത്ഭുതം നിന്റെ കുടുംബത്തിൽ സംഭവിക്കുവാനായിട്ട് എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും? പ്രിയപ്പെട്ടവരെ, ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹമുള്ളവരാകുക എന്നത് തന്നെ ഒരു മഹാത്ഭുതം തന്നെയാണ്. ഒരുമിച്ച് വിളിക്കാം, ഈശോയേ
പരിശുദ്ധാത്മാവിന്റെ ഫലമായ സ്നേഹത്താൽ നിറഞ്ഞു വിളിക്കട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കണമെന്ന ആഗ്രഹത്തോടെ വിളിക്കട്ടെ. എല്ലാ സ്വാർത്ഥ താല്പര്യങ്ങളും ഉപേക്ഷിച്ച് വിളിക്കട്ടെ. കുടുംബത്തിലുള്ള പ്രായമായവരെ സമർപ്പിച്ചു വിളിക്കട്ടെ. രോഗികളായി കഴിയുന്നവരെ സമർപ്പിച്ചു വിളിക്കട്ടെ. പ്രശ്നങ്ങൾ മൂലം പ്രയാസം അനുഭവിക്കുന്നവരെ സമർപ്പിച്ചു വിളിക്കട്ടെ. മാനസിക സമ്മർദ്ദം മൂലം വലയുന്നവരെ സമർപ്പിച്ചു വിളിക്കട്ടെ. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടവരെ സമർപ്പിച്ചു വിളിക്കട്ടെ. അവഗണിക്കപ്പെട്ടവരെ സമർപ്പിച്ചു വിളിക്കട്ടെ. കടബാധ്യതയിൽ കഴിയുന്നവരെ സമർപ്പിച്ചു വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 2023 ജൂൺ 12 ദീപിക പത്രത്തിന്റെ എഡിറ്റോറിയൽ അവസാനിച്ചതിങ്ങനെയാണ്: മരണാസന്നനായ 8 വയസ്സുകാരനെയും അവന്റെ അമ്മയെയും ബന്ധുവിനെയും രക്ഷിക്കുവാനുള്ള എല്ലാ സാധ്യതകളും അടച്ച് ആംബുലൻസിന് തീയിട്ട് കൊന്ന മണിപ്പൂരിൽ നിന്ന് 4 കുഞ്ഞുങ്ങളെ രക്ഷിക്കുവാൻ സർവസന്നാഹങ്ങളും ഒരുക്കിയ ആമസോണിലേക്കുള്ള ദൂരം കിലോമീറ്റർ കൊണ്ട് അളക്കുവാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ ഇനി അത് ആമസോൺ കൊണ്ടളക്കാം. അത് പരസ്നേഹത്തിന്റെയും ഉത്തരവാദിത്വത്തിന്റെയും അളവുകോലായിരിക്കുന്നു. ഓരോ ജീവനും എത്ര വിലപ്പെട്ടതാണെന്നും ഓരോരുത്തരും തന്റെ സഹോദരന്റെ കാവൽക്കാരനാണെന്നും തിരിച്ചറിയാനുള്ള സമയം കൂടിയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ആ എഡിറ്റോറിയൽ അവിടെ അവസാനിച്ചത്. സ്നേഹം നിറഞ്ഞവരെ, ആമസോണിൽ ഈ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഭാരതത്തിൽ മണിപ്പൂരിൽ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. മാസങ്ങളോളം നീണ്ടുനിന്ന കലാപം. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ കരങ്ങൾ കൂപ്പി മനമുരുകി ആമസോണിലെ മക്കളെ ജീവനോടെ തിരിച്ചു കിട്ടുവാനായിട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് മണിപ്പൂരിൽ 8 വയസ്സുകാരനായ രോഗബാധിതനായ അവനെയും അവന്റെ അമ്മയെയും ബന്ധുവിനെയും സ്വയം രക്ഷപ്പെടുവാനായിട്ടുള്ള സാധ്യതയും മറ്റുള്ളവരാൽ രക്ഷിക്കപ്പെടുവാനായിട്ടുള്ള എല്ലാ സാധ്യതകളും അടച്ച് ആ ആംബുലൻസിന് തീയിട്ട് ചുട്ടുകൊന്നത്. അപ്പോൾ ഇനി പറ, കാടാണോ സുരക്ഷിതം, അതോ വീടാണോ നാടാണോ സുരക്ഷിതം? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ സ്നേഹം രക്ഷിക്കുന്ന സ്നേഹമാണ്. യഥാർത്ഥ സ്നേഹം നഷ്ടപ്പെട്ടതിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന സ്നേഹമാണ്. യഥാർത്ഥ സ്നേഹം നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുന്ന സ്നേഹമാണ്. യഥാർത്ഥ സ്നേഹം പ്രതിസന്ധികളെ അതിജീവിക്കുന്ന സ്നേഹമാണ്. തെറ്റിദ്ധാരണകളെ അതിജീവിക്കുന്ന സ്നേഹമാണ്. പരസ്പരം അംഗീകരിക്കുന്ന സ്നേഹമാണ്. പരസ്പരം ക്ഷമിക്കുന്ന സ്നേഹമാണ്. യഥാർത്ഥ സ്നേഹം നന്മകൾ ആഗ്രഹിക്കുന്ന സ്നേഹമാണ്. ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്ന സ്നേഹമാണ്. സ്നേഹം ഒരിക്കലും അവസാനിക്കാത്തിടത്ത് ഒത്തിരിയേറെ നന്മകളുണ്ട്. മനുഷ്യരുടെ സ്നേഹം അവസാനിക്കുമ്പോൾ അവരൊക്കെ ദുഷ്ടരായി മാറുന്നു. ഒരിക്കലും അവസാനിക്കാത്ത ദുഷ്ടത പ്രവർത്തിക്കുന്നവരായി അവരൊക്കെ അധപ്പതിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവസാനിപ്പിക്കുകയാ. സ്നേഹത്തിൽ നിലനിൽക്കുക എന്നത് ചിലപ്പോൾ ഒരു മല കയറി ഇറങ്ങുന്നതിനേക്കാൾ ആയാസകരമായേക്കാം. ബന്ധത്തിൽ നിലനിൽക്കുക എന്നത് ഒരു കടൽ നീന്തി കടക്കുന്നതിനേക്കാൾ ശ്രമകരമായിരിക്കാം. എല്ലാ കുറവുകളെയും അതിജീവിച്ച് അവസാനം വരെ സ്നേഹത്തിൽ ഒന്നിച്ചു നിൽക്കുക എന്നത് ആമസോൺ കാടുകളിലെ അന്വേഷണത്തെക്കാൾ ശ്രമകരമായിരിക്കും. പക്ഷെ നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ കലർപ്പില്ലാത്ത
ഒരിക്കലും അവസാനിക്കാത്ത യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ മേൽപ്പറഞ്ഞ എല്ലാ പ്രതിബന്ധങ്ങളെയും തടസ്സങ്ങളെയും അതിജീവിക്കുവാനായിട്ട് സാധിക്കും. അതിനുള്ള ഊർജം ദൈവം നിന്റെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. കാരണം യഥാർത്ഥ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. നമുക്ക് കണ്ണുകളടക്കാം. സ്നേഹം മനുഷ്യന്റെ ഉള്ളിലാണുള്ളത്. അത് പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യേണ്ടതല്ല. അത് കടം വാങ്ങാൻ പറ്റുന്നതല്ല. അത് ജീവിതത്തിന്റെ സുഗന്ധമായി, ജീവശ്വാസമായി എല്ലാവരുടെയും ഉള്ളിൽ ദൈവം നിക്ഷേപിക്കുന്നതാണ്. അതൊരിക്കലും അവസാനിക്കുന്നില്ല. ഇത് തിരിച്ചറിയാത്തതും അത് പ്രാവർത്തികമാക്കാത്തതുമാണ് നമ്മുടെ പരാജയം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. അവസാനിക്കാത്ത സ്നേഹമുള്ള ഈശോയേ, എന്നെ സ്നേഹത്താൽ ജ്വലിപ്പിക്കണമേ. കറകളഞ്ഞ സ്നേഹമെന്നിൽ നിക്ഷേപിക്കണമേ. പരസ്നേഹത്തിൽ എന്നെ വളർത്തണമേ. അവസാനിക്കാത്ത സ്നേഹമുള്ള ഈശോയെ, എന്നെ സ്നേഹത്താൽ ജ്വലിപ്പിക്കണമേ. കറകളഞ്ഞ സ്നേഹം എന്നിൽ നിക്ഷേപിക്കണമേ. പരസ്നേഹത്തിൽ എന്നെ വളർത്തണമേ. അവസാനിക്കാത്ത സ്നേഹമുള്ള ഈശോയെ, എന്റെ സ്നേഹത്താൽ ജ്വലിപ്പിക്കണമേ. കറകളഞ്ഞ സ്നേഹം എന്നിൽ നിക്ഷേപിക്കണമേ. പരസ്നേഹത്തിൽ എന്നെ വളർത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. നമ്മെ നയിക്കുന്ന പരിശുദ്ധാത്മാവ് സ്നേഹത്തിൽ നമ്മെ നയിക്കട്ടെ. സ്നേഹത്തിന് വിരുദ്ധമായിട്ടുള്ള എല്ലാ പ്രവണതകളെയും, എല്ലാ ദുഷിച്ച ചിന്തകളെയും നമ്മുടെ ജീവിതത്തിൽ എടുത്തു മാറ്റി നമ്മെ സ്നേഹമുള്ള വ്യക്തികളായിട്ട് രൂപപ്പെടുത്തട്ടെ. നമുക്ക് കരങ്ങളുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.